Now the important and main topic, applications of Laplace transforms. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻ മെയിനായിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നിടത്താണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടൂളായിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിലേക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും, കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഈസി ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ നമുക്കിതിൽ രണ്ട് സ്റ്റെപ്പൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിൽ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് ബെനിഫിറ്റ്. ഇനി നമുക്കിത് ഈസി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, എലമെൻ്ററി ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ഈസി ആവുള്ളൂ. ഓക്കെ, പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈസി ആയിരിക്കും ചെയ്യാൻ, പക്ഷേ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്കിതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നോക്കാം. അതായത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് y ഡബിൾ ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് പ്ലസ് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. y ഇട്ട് 0 ഈക്വൽ ടു കെ നോട്ട് ആൻഡ് y ഡാഷ് ഇട്ട് 0 ഈക്വൽ ടു കെ വൺ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് ആർ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ റോൾ എടുക്കുന്നത്. വൈ ഡബിൾ ഡാഷിൻ്റെയും വൈ ഡാഷിൻ്റെയും ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഇട്ട് 0, എസ് ഇൻറ്റു വൈ ഇട്ട് 0 മൈനസ് വൈ ഡാഷ് ഇട്ട് 0 ആൻഡ് എൽ ഓഫ് വൈ ഡാഷ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഇട്ട് 0. ഇത് രണ്ടും എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണേ, മറന്നു പോകരുത്, ഓർത്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇത് ഈസി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എൽ ഓഫ് വൈ ഡബിൾ ഡാഷിനും എ ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷിനൊക്കെ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കോമൺ ആയിട്ട് വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. അതായത് എൽ ഓഫ് വൈയുടെ ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതി, അതുപോലെ വൈ ഇട്ട് 0ൻ്റെയും വൈ ഡാഷ് ഇട്ട് 0ൻ്റെയും ടേംസിനെ ഒരുമിച്ച് എഴുതി. ഇറ്റ്സ് ഈക്വൽ ടു ആർ ഓഫ് എസ്. ഇവിടെ ഈക്വൽ ടു ആർ ഓഫ് എസ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് സബ്സിഡറി ഇക്വേഷൻ. ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എത്തിക്കുന്ന ആ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് സബ്സിഡറി ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഒന്നും അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സബ്സിഡറി ഇക്വേഷൻ വരെയെങ്കിലും ചെയ്ത് വെക്കാം. എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾ ഈ സബ്സിഡറി ഇക്വേഷൻസ് വരെയെങ്കിലും എത്തിച്ചു വെക്കാം. ഓക്കെ, ബാക്കിയുള്ളത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ ഇത്രയും എഴുതിയാൽ അതിന് സ്റ്റെപ്സിന് മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി നമുക്കിതിന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? എൽ ഓഫ് വൈ എന്ന് പറയുന്ന ഒരു എൽ ഓഫ് വൈ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എൽ ഓഫ് വൈ ഈക്വൽ ടു ഒരു എസ്സിലെ ടേംസിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. അതിനെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആ മെത്തേഡ്സ് ഒക്കെ പഠിച്ചതിന് വേണ്ടിയിട്ടാണ്. എൽ ഓഫ് വൈ ഈക്വൽ ടു ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമുക്ക് മിക്കവാറും പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിതിനെ സോൾവ് ചെയ്യും. അതായത് നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈ ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നീട് വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എൽ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ വൈ ഓഫ് ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലെങ്തി ആണ് സ്റ്റെപ്പ് എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഈസിയാണ് സോൾവ് ചെയ്യാൻ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. ഓക്കെ, പ്രോബ്ലം ഇതാണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു ടി, y ഇട്ട് 0 ഈക്വൽ ടു 1 ആൻഡ് y ഡാഷ് ഇട്ട് 0 ഈക്വൽ ടു -2. നമ്മൾ
പറഞ്ഞു ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ പ്രോബ്ലം എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു ടി, y at 0 ഈക്വൽ ടു 1 ആൻഡ് y ഡാഷ് at 0 ഈക്വൽ ടു -2. അപ്പോൾ നമുക്കിതിന് വേണ്ടി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. y ഡബിൾ ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയണം, y ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയണം. ഇവിടെ y ഡാഷിൻ്റെ ടേംസ് ഇല്ല, അതുകൊണ്ട് y ഡബിൾ ഡാഷിൻ്റെ മാത്രം അറിയാൻ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് Laplace transform of both sides. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? L of y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു L of t. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L of y ഡബിൾ ഡാഷ് പ്ലസ് L of y ഈക്വൽ ടു L of t. L of t എന്താണ്? 1/s² ആണ് അല്ലേ. L of y ഡബിൾ ഡാഷ് നമ്മൾ തൊട്ട് മുമ്പ് ആ തിയറി പറഞ്ഞ കൂട്ടത്തിൽ L of y ഡബിൾ ഡാഷ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോംസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് L of y ഡബിൾ ഡാഷ്? എഴുതാം. L of y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ s² ഇൻറ്റു L of y മൈനസ് s ഇൻറ്റു y at 0 മൈനസ് y ഡാഷ് at 0. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് s² ഇൻറ്റു L of y മൈനസ് s ഇൻറ്റു y at 0 മൈനസ് y ഡാഷ് ഓഫ് 0 പ്ലസ് again L of y equal to 1/s². ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? L of y ടേംസിനൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് s² പ്ലസ് 1 ഇൻറ്റു L of y മൈനസ് എസ് ഇൻറ്റു നമുക്ക് y at 0 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടില്ലേ, 1 ആണ്. അപ്പോൾ നമ്മൾ അതവിടെ കൊടുത്തു. s ഇൻറ്റു 1 മൈനസ് y ഡാഷ് at 0 തന്നിട്ടുണ്ട്, അത് -2 ആണ്. അപ്പോൾ -2 എന്ന് വരും. ദാറ്റ് ഈസ് +2 ഈക്വൽ ടു 1/s². ഇനി നമ്മൾ എന്ത് ചെയ്യണം? L of y അതായത് s² പ്ലസ് 1 L of y ഈക്വൽ ടു 1/s² പ്ലസ് s -2 എന്നാവും. ഓക്കെ, ഇതാണ് നമ്മളെ സബ്സിഡിയറി ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? L of y എന്താണെന്ന് എഴുതാൻ പറ്റും. L of y ഈക്വൽ ടു 1/s² ഇൻറ്റു s² പ്ലസ് 1 പ്ലസ് അല്ലെ, ഒരുമിച്ച് എഴുതാം, ഡൗട്ടില്ലാലോ. അതായത് ഈ s² പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ത്രൂ ഔട്ട്. നമുക്ക് s² പ്ലസ് 1 എന്ന് കിട്ടും. ഇനിയാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്താൽ മതി? y of t കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. അപ്പോൾ അവിടെ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നുള്ളൂ. ഇതുവരെ ഉള്ളത് ഓൾജിബ്രായിക് സ്റ്റെപ്സ് ആണ്, അത് ഈസിയാണ്. L ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു s² പ്ലസ് 1 പ്ലസ് L ഇൻവേഴ്സ് ഓഫ് s -2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1. ഇവിടെ നമുക്ക് അറിയാത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം ഏതിൻ്റെയാണ് ഉള്ളത്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. 1/s² ഇൻറ്റു 1/s² പ്ലസ് 1 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. അതിനെ ഒന്നുകിൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് ചെയ്തിട്ട് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാലോ. s ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 എന്ന് എഴുതാം, -2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ അത് നമുക്ക് ഈസിയാണ്. സോ നമുക്ക് ഒന്ന് ഇത് ചെയ്ത് നോക്കാം. ശരിക്കും n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞ ഫോമിലല്ലേ ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനൊരു ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ എഴുതിക്കൂടെ, 1/s². പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്താൽ ഇത് തന്നെയാണോ കിട്ടുക? s² പ്ലസ് 1, അതായത് n ഇൻറ്റു n പ്ലസ് 1 നമുക്ക് 1/n മൈനസ് 1/n പ്ലസ് 1 എന്ന് എഴുതാം എപ്പോഴും. ഓക്കെ, ആ ഒരു ടേം ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളിത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സോൾവ് ചെയ്യണം, എന്നിട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. s/s² പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1 1/s² പ്ലസ് 1. നമുക്കിതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക? ഇവിടെ നമുക്കിതിനെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോന്നിലേക്കും വരും. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s², L ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് പറഞ്ഞാൽ t മൈനസ് L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1 ദറ്റ് ഈസ് സൈൻ t പ്ലസ് L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 cos t മൈനസ് 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1 അഗെയിൻ സൈൻ t. നമുക്കൊന്നുകൂടെ നന്നാക്കി എഴുതിയാൽ t ഇവിടെ ഒരു 2 sin t, ഇവിടെ ഒരു 1 sin t, ദാറ്റ് ഈസ് -3 sin t പ്ലസ് cos t.
ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എക്സാമിനൊക്കെ ചോദിക്കും, ഈസിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 2. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4e പവർ 2t, y at 0 ഈക്വൽ ടു -3 ആൻഡ് y ഡാഷ് at 0 ഈക്വൽ ടു 5. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഒന്നുകൂടെ എഴുതാം. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 4e raised to 2t, y at 0 equal to -3 and y dash at 0 equal to 5. Taking Laplace transform on both sides, steps ഒക്കെ നിങ്ങൾ എഴുതാം. L of y double dash minus 3y dash plus 2y equal to 4 into e raised, Laplace transform of 4 into e raised to 2t. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം ഓരോന്നിനും. അപ്പം നമുക്ക് എന്താ കിട്ടുക? L of y double dash minus 3 into L of y dash plus 2 into L of y equal to 4 times 1 divided by s minus 2. ഈ raised to 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 divided by s minus 2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? L of y ഡബിൾ ഡാഷിൻ്റെയും L of y ഡാഷിൻ്റെയും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് നോക്കാം. s സ്ക്വയർ ഇൻറ്റു L of y മൈനസ് s ഇൻറ്റു y of 0 മൈനസ് y ഡാഷ് ഓഫ് 0. ഇതാണ് L of y ഡബിൾ ഡാഷിൻ്റെ. -3 ഇൻറ്റു ഇനി L of y ഡാഷിന് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ കിട്ടുക? s ഇൻറ്റു L of y മൈനസ് y at 0 പ്ലസ് 2 ഇൻറ്റു L of y ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ s മൈനസ് 2. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. അതായത് L of yയുടെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ. നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ സമയം നോക്കണ്ട. കോഎഫിഷ്യൻസിനൊന്നും ജസ്റ്റ് നോക്കിയാൽ മതി. എസ് സ്ക്വയർ മൈനസ് 3s, എസ് സ്ക്വയർ മൈനസ് 3s. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് അല്ലെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ y at 0യും y ഡാഷ് at 0ൻ്റെയും ഒക്കെ വാല്യൂ കൊടുക്കാം നമുക്ക്, എന്നിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? എസ് സ്ക്വയർ ഇൻറ്റു L of y മൈനസ് എസ് ഇൻറ്റു y at 0. y at 0 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 3s എന്ന് വരും. മൈനസ് y ഡാഷ് at 0 എന്ന് പറഞ്ഞാൽ 5 ആണ്, ദാറ്റ് ഇസ് 5. -3 ഇൻറ്റു എസ് ഇൻറ്റു L of y മൈനസ് y at 0 എന്ന് പറഞ്ഞാൽ -3 ആണ്, സോ പ്ലസ് 3 വരും. പ്ലസ് 2 ഇൻറ്റു L of y ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ഓക്കെ, ഇതിൽ നമുക്ക് L of y ഔട്ട്സൈഡ് എടുക്കാം. L of y ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് വരും. അതായത് ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. L of y ടേംസ് ബാക്കിയുള്ളതിനെ നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ബാക്കിയുള്ളത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 3s ഉണ്ട്, 3s. അതുപോലെ തന്നെ ഇവിടെ -3 ഇൻറ്റു 3 വരും, അത് പിന്നെ എഴുതാം. എസിൻ്റെ ടേം വേറെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് -5 -3 ഇൻറ്റു 3 9 ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ഇനി നമുക്കിതിനെ L of y ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ബാക്കിയുള്ള ടേംസിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -3s പ്ലസ് 14 കിട്ടും. -3s പ്ലസ് 14 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നമുക്ക് L of y ഈക്വൽ ടു, നമുക്ക് L of y എന്താണെന്ന് എഴുതാം. L of y ഈക്വൽ ടു 4 divided by s minus 2 into s square minus 3s plus 2. ഇവിടെ പ്ലസ് 14 മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് എഴുതാലോ. L of y ഈക്വൽ ടു എക്സ്പ്രഷൻ കിട്ടി. നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. നമുക്കിനി അപ്പോൾ എന്തെഴുതാം? ഒന്ന് LCM എടുക്കാം നമുക്ക്. L of y ഈക്വൽ ടു 4 പ്ലസ് 14 minus 3s into s minus 2 divided by s minus 2 into s square minus 3s plus 2. ഓക്കെ, നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പ്ലസ് 14s മൈനസ് 28 മൈനസ് 3s സ്ക്വയർ പ്ലസ് 6s ഡിവൈഡഡ് ബൈ s മൈനസ് 2 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ,
നമുക്കിതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -3s² പ്ലസ് 6s പ്ലസ് 6s പ്ലസ് 20s അല്ല വരിക, 20s -24 ഡിവൈഡഡ് ബൈ s-2 ഇൻറ്റു s² മൈനസ് 3s പ്ലസ് 2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലോ ഫൈ ആണ്. സോ നമുക്ക് y ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? y ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇൻവേഴ്സ് എടുത്താൽ മതി അല്ലേ. -3s² പ്ലസ് 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ s-2 ഇൻറ്റു s² മൈനസ് 3s പ്ലസ് 2 എന്ന് എഴുതാം. ഇനി ഇതുവരെയുള്ള സ്റ്റെപ്പ് ശ്രദ്ധിക്കണം, ഇനി വരുന്ന സ്റ്റെപ്പുകളും ശ്രദ്ധിക്കണം. ഓക്കെ, ഈസിയാണ് ചെയ്യാൻ. ഒന്ന് കെയർ മാത്രം ഉണ്ടായത്, കോൺസെൻട്രേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, ഇപ്പം നമുക്കിനി ഇതല്ലേ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഇൻവേഴ്സ് എടുക്കാം. ഓക്കെ, നൗ കൺസിഡർ -3s² പ്ലസ് 20s മൈനസ് 20 ആണ്, 26 ഒന്നുമല്ല, -24 ഡിവൈഡഡ് ബൈ s-2 ഇൻറ്റു s² മൈനസ് 3s പ്ലസ് 2. ഓക്കെ, can be written like this: -3s² പ്ലസ് 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ, എന്നാൽ നമുക്ക് s-2 ഇൻറ്റു, നമുക്കിവിടെ എന്ത് എഴുതാം? s-1 ഇൻറ്റു s-2 എന്ന് ഫാക്ടറൈസ് ചെയ്തുകൂടെ ഇതിനെ? s-1 ഇൻറ്റു s-2, അതായത് ഈ ഒരു ടേമിനെ നമുക്ക് s-1 ഇൻറ്റു s-2 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. സോ അങ്ങനെ എഴുതി. നമുക്ക് ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ s-2 ഇൻറ്റു s-2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s-1. നമുക്കിങ്ങനെ എഴുതാം: a ഡിവൈഡഡ് ബൈ s-1 പ്ലസ് b ഡിവൈഡഡ് ബൈ s-2. ഇതിൻ്റെ റൂൾസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. c ഡിവൈഡഡ് ബൈ s-2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ s-2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s-1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3s² പ്ലസ് 20s മൈനസ് 24 ഈക്വൽ ടു a ഇൻറ്റു s-2 ദ ഹോൾ സ്ക്വയർ പ്ലസ് b ഇൻറ്റു s-2 ഇൻറ്റു s-1 പ്ലസ് c ഇൻറ്റു s-1. ഓക്കെ, ഇനി നമുക്ക് s ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. s ഈക്വൽ ടു 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? -3 പ്ലസ് 20 മൈനസ് 24 ഈക്വൽ ടു, ഇവിടെ എല്ലായിടത്തും 0 ഇപ്പോൾ, സോ ഇവിടെ 1 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ കിട്ടും, ദാറ്റ് ഈസ് 8. നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20 മൈനസ് 3 70, 70 മൈനസ് 24 7 കിട്ടും അല്ലേ, -7 കിട്ടും. ഓക്കെ, a ഈക്വൽ ടു -7, 70 കൊടുക്കുമല്ലോ, a ഈക്വൽ ടു -7. ഇനി നമുക്ക് s ഈക്വൽ ടു 2 കൊടുക്കാം. അപ്പോൾ നമുക്ക് -3 ഇൻറ്റു 4 ദാറ്റ് ഈസ് -12 പ്ലസ് 20 ഇൻറ്റു 2 40 മൈനസ് 24 ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 - 1 ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് സിംപ്ലൈസ് 40 മൈനസ് 24 മൈനസ് 12, c ഈക്വൽ ടു 4. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? b കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ b കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതാ? 2 ആണ് അല്ലേ. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് x², ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് s². നമുക്ക് എന്താ കിട്ടുക? ഇവിടെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -3 ആണ്. സോ -3 ഈക്വൽ ടു, ഇവിടെ നമുക്ക് a ഇൻറ്റു s-2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് a എന്ന് വരും. ഇവിടെ നമുക്ക് b ഇൻറ്റു s² എന്ന് വരും, അപ്പോൾ പ്ലസ് b. നമുക്കിതിൽ a എന്താണെന്നറിയാം. സോ -3 ഈക്വൽ ടു -7 പ്ലസ് b ഇസ് ഈക്വൽ ടു -7 മൈനസ് 3, ദാറ്റ് ഈസ് b ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, b ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കാം, ഒന്നുകൂടെ എഴുതാം. -3s² പ്ലസ് 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s-2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, a എന്ന് പറഞ്ഞാൽ 4 അല്ല -7 ഡിവൈഡഡ് ബൈ s-1 പ്ലസ് b എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ s-2 പ്ലസ് c എന്ന് പറഞ്ഞാലും 4 ഡിവൈഡഡ് ബൈ s-2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ y അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇതിൻ്റെ L ഇൻവേഴ്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് -3s² പ്ലസ് 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s-2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് എന്താണ്?
minus s divided by s minus 1 plus 4 divided by s minus 2 plus 4 divided by s minus 2 the whole square. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യണം. മൈനസ് 7 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 എന്താണ്? ഇ റേസ് ടു ടി അല്ലേ? പ്ലസ് ഇവിടെയോ 4 ഇൻറ്റു 1 ബൈ എസ് മൈനസ് 2ൻ്റെ എൽ ഇൻവേഴ്സ് ഇ റേസ് ടു 2t പ്ലസ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 1 ബൈ എസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇ റേസ് ടു 2tയുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ പിന്നെ 1 ബൈ എസ് സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? ടി സ്ക്വയർ വരും. വൺ ബൈ എസ് സ്ക്വയറിൻ്റെ എന്താണ്? ടി ആണ്. സോറി, 1 ബൈ എസ് സ്ക്വയറിൻ്റെ ടി ആണ്. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അപ്പോൾ നമുക്കിതിനെ 4 എല്ലാ ടേംസും ഒരുപോലെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ദിസ് ഇസ് ആൻസർ. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് എഴുതാം. പ്ലസ് ഇ റേസ് ടു 2t 4 ഇ റേസ് ടു 2t ഔട്ട് സൈഡ് എടുക്കാമല്ലോ. ഇൻറ്റു ടി പ്ലസ് 1 എന്ന് എഴുതാം. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, ഇനിയും ഉണ്ട് പ്രോബ്ലംസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.